ഏറെ ദുരന്തകരമായിട്ടുള്ള കാഴ്ചകൾക്കാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. വയനാട്ടിലെ ദുരന്തഭൂമിയിൽ നിന്നും ദുരിതമനുഭവിക്കുന്നവരുടെ വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഏറ്റവും കൂടുതൽ ആശങ്കാജനകമായ നിമിഷങ്ങളിലേക്കാണ് കടന്നു പോകുന്നത്. പക്ഷേ നമുക്ക് പറയാൻ കഴിയുന്നത് NDRF സംഘവും അതുപോലെ തന്നെ ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും റവന്യൂ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരിക്കുന്നു. സ്വാഭാവികമായ എല്ലാ തരത്തിലുള്ള ഇടപെടലും സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്താണെന്ന് വെച്ചാൽ ലോറികളും ആംബുലൻസുകളും ആവശ്യമായി വന്നിരിക്കുന്നു. അതുപോലെ തന്നെ രക്തം ആവശ്യമായി വന്നിരിക്കുകയാണ്. അപ്പോൾ ലോറികളും ഈ ആംബുലൻസുകളും ആവശ്യമായി വന്നിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മളിപ്പോൾ തന്നെ പാലക്കാട് ജില്ലയിലും മറ്റ് ജില്ലകളിലെയും നിരവധി ലോറി അസോസിയേഷന്റെ ആളുകളുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നു, അവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ ഉന്നതപ്പെട്ട അധികാരികൾ നമ്മളൊപ്പം ലൈനിൽ ചേരുമെന്നാണ് കരുതുന്നത്. പുതിയൊരു വാർത്ത കിട്ടിയിട്ടുണ്ട്. 17 മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞു. 17 മൃതദേഹങ്ങൾ അഖില തിരിച്ചറിയാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും 43 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനിയും റിപ്പോർട്ട് ചെയ്യാൻ മരണങ്ങൾ ഒത്തിരിയധികം ഉണ്ട് എന്ന് തന്നെയാണ് അവിടുത്തെ ഉന്നതപ്പെട്ട അധികാരികളിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒരു മഹാവിപത്താണ് നേരിട്ടിരിക്കുന്നത്. വയനാട്ടിൽ ശക്തമായ മഴ തുടർന്നുകൊണ്ടിരിക്കുന്നു. വയനാട്ടിൽ ശക്തമായ മഴയും അതുപോലെ തന്നെ കാലാവസ്ഥയും പ്രതികൂലമായിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ കേരളത്തിലെ എല്ലാ സുമനസ്സായിട്ടുള്ള യുവാക്കളും ഈ പറഞ്ഞ ദൗത്യ സംഘത്തിൽ പങ്കുചേരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമസ്കാരം, നമ്മളോടൊപ്പം ഇപ്പോൾ PAK യൂസഫ് ചേരുന്നു. ലോറി ഓണേഴ്സ് അസോസിയേഷന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയും അതുപോലെ തന്നെ സംസ്ഥാന നേതാവുമായിട്ടുള്ള PAK യൂസഫ് നമ്മളോടൊപ്പം ചേരുന്നു. യൂസഫ്, അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? വയനാട്ടിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലോറികളും ആംബുലൻസുകളും ആവശ്യമായി വന്നിരിക്കുകയാണ്. അപ്പോൾ ലോറി ഓണേഴ്സ് അസോസിയേഷന്റെ ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്കും മറ്റ് ജില്ലകളിലേക്കും അങ്ങ് കൃത്യമായിട്ടൊരു ക്രിയാത്മകമായ ഇടപെടൽ നടത്തി കാണുമല്ലോ. നേഷൻ ന്യൂസ് ലൈവിന്റെ പ്രതിനിധി അങ്ങയോട് സംസാരിച്ചു എന്നും കരുതുന്നു. അത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു എന്ന് അറിയുന്നു. സ്വാഭാവികമായിട്ടും ഒരു ലോറി ഓണേഴ്സ് അസോസിയേഷനാണ് ഇത്തരത്തിൽ കഴിഞ്ഞ പ്രളയങ്ങൾ, കേരളം കണ്ട മഹാപ്രളയങ്ങൾ കണ്ടപ്പോഴും കേരളത്തിന് ആശ്വാസമായി വന്നിരുന്ന ആളുകളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സമൂഹമാണ് ലോറി ഓണേഴ്സ് അസോസിയേഷൻ. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും നമ്മളെ ഈ കാര്യത്തിൽ കൃത്യമായി സഹായിക്കുമെന്ന് തന്നെ കരുതാം, അല്ലേ PAK യൂസഫ്? ഹലോ, നമസ്കാരം. നമസ്കാരം, ഇത് നേഷൻ ന്യൂസ് ലൈവ് എന്നാണ് വിളിക്കുന്നത്. PAK യൂസഫ് അല്ലേ? അതെ, പറയൂ. നമ്മുടെ ലോറി അസോസിയേഷന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി അല്ലേ? ഇപ്പോ വയനാട് ദുരന്തം അങ്ങയുടെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു വാർത്ത എന്താന്ന് വെച്ചാൽ വയനാട് ഇപ്പോ ഏറ്റവും കൂടുതൽ ലോറികളും ആംബുലൻസുകളും ആവശ്യമായി വന്നിരിക്കണം എന്നുള്ളൊരു വിവരമുണ്ട്. അപ്പോൾ പാലക്കാട്ട് നിന്നും അതല്ലെങ്കിൽ കേരളത്തിലെ മറ്റ് ജില്ലകളിലുള്ള ലോറി അസോസിയേഷന്റെ പ്രതിനിധികളുമായിട്ട് സംസാരിച്ച് ഈ ദുരന്തത്തിൽ ലോറി അസോസിയേഷന്റെ മുഴുവൻ ആളുകളും അല്ലെങ്കിൽ ലോറി ഓണേഴ്സും ഇതിനകത്ത് പങ്കെടുക്കണമെന്നാണ് നേഷൻ ന്യൂസ് ലൈവിന് പറയാനുള്ളത്. അപ്പൊ എന്താണ് അങ്ങയുടെ ഒരു അഭിപ്രായം? തീർച്ചയായിട്ടും നമുക്കതിന് വേണ്ടി എല്ലാ സഹകരണങ്ങളും നമ്മുടെ എല്ലാ അസോസിയേഷൻ പാലക്കാട് മറ്റു ജില്ലകളിലായിട്ടുള്ള അസോസിയേഷനുമായിട്ട് ആലോചിച്ചിട്ടുണ്ട്. അതിനെല്ലാവരും സഹകരണങ്ങളും മുന്നോട്ട് ചെയ്യാമെന്നും വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട്.